ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ ഈ ശുശ്രൂഷയുടെ 6ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അഭിഷേക കൃപകളാൽ, ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ യുഗാന്ത്യ സഭ നവീകരിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മളെ ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചും ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചും പരിശുദ്ധ കുർബാനയെ ആരാധിച്ചും ഈ കാലഘട്ടത്തിന് ആവശ്യമായ ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങളാൽ നാം ഓരോരുത്തരും അലങ്കൃതരാകുവാൻ നമ്മൾ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വചനം. എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു, ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു. എന്നാൽ അങ്ങയുടെ വിശുദ്ധ ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു. കർത്താവിൻ്റെ ജനം വലിയ പ്രകാശത്തിൽ പ്രകാശിതരാവുകയാണ്. ഈ പ്രകാശം ജ്ഞാന ചൈതന്യമാണ്. ജ്ഞാന ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ജ്ഞാനത്തിൻ്റെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള അന്ധകാരം മാറുകയാണ്. നമ്മുടെ മക്കളിൽ ജ്ഞാനപ്രകാശം വ്യാപരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുന്ന തലമുറയായി മാറ്റപ്പെടുകയാണ്. ജ്ഞാനപ്രകാശം നമ്മുടെ സമൂഹങ്ങളിലേക്കും തിരുസഭയിലേക്കും ചലിക്കുമ്പോൾ അവിടെയെല്ലാം ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ ജനം പ്രകാശപൂരിതമായി ഈ നാളുകളിൽ നമുക്ക് ആത്മനാശം സംഭവിക്കാതെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജ്ഞാനപ്രകാശം നമ്മളെ പൂരിതമാകട്ടെ. ദൈവിക ജ്ഞാനത്താൽ നമ്മുടെ ഭവനങ്ങളിലുള്ള അന്ധകാര കെട്ടുകള്, പൈശാചിക ആധിപത്യങ്ങള്, നിസ്സാര കാര്യങ്ങളെ പ്രതിയുള്ള കലഹങ്ങള്, അസ്വസ്ഥതകള്, തെറ്റിദ്ധാരണകള്, ആശയക്കുഴപ്പങ്ങള്, പിടിവാശികള്, ഇതെല്ലാം ജ്ഞാനപ്രകാശത്താൽ നിർവീര്യമാകുവാൻ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് സഭ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലമാണ്. പലവിധ ആശയക്കുഴപ്പങ്ങളും ഭിന്നതകളും നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും പല വിധത്തിലുള്ള കലുഷിതമായ സാഹചര്യങ്ങൾ ഇന്ന് സഭയിലുണ്ട്. ആത്മാവിൻ്റെ ജ്ഞാനം യുഗാന്ത്യ സഭയെ പ്രകാശിപ്പിക്കുവാനും ജ്ഞാനത്തിൻ്റെ ആത്മാവ് സഭയെ നയിക്കുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ആത്മാവിൻ്റെ കൃപാദാനങ്ങളാൽ യുഗാന്ത്യ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ അമ്മ ആത്മാവിൻ്റെ കൃപകളെ
ത്വരിതപ്പെടുത്തുന്നവളാണ്. നമുക്ക് ആവശ്യമായ എല്ലാ കൃപാദാനങ്ങളും നമ്മുടെ ആത്മാവിലേക്ക് പകരപ്പെടുവാൻ അമ്മ മാതാവ് നമ്മളെ സഹായിക്കും. ഒരു നിമിഷം നമ്മൾക്കായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ നാം ഓരോരുത്തരും പൂരിതരാകുവാൻ, ജ്ഞാനപ്രകാശത്താൽ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും കൂട്ടായ്മകളും പ്രശോഭിതമാകുവാൻ നമുക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ, സഭയുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ജ്ഞാനപ്രകാശത്താൽ ഞങ്ങളേവരെയും ആത്മാവേ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുകയും ചെയ്യുവിൻ. എത്ര ശ്രേഷ്ഠമായ വചനമാണ് ആത്മാവ് നമുക്ക് നൽകുന്നത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. ഈ ദിവസങ്ങളിൽ പലരും എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, സഹോദര, ഈ പ്രവചന സന്ദേശങ്ങൾ യാഥാർത്ഥ്യമാണോ? പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വർഗം തന്ന അടയാളങ്ങളാണെന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിലൊരു സംശയം, ഇത് സത്യമാണോ? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും നൽകിയ അടയാളങ്ങളെ ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം സ്ഥിരീകരിക്കുന്ന പ്രവചന സന്ദേശങ്ങളാണ് മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലൂടെ പരിശുദ്ധ ത്രിത്വം നമുക്ക് നൽകുന്നത്. നമ്മൾ സംശയിക്കരുത്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സഭയുടെ സത്യവിശ്വാസത്തിനും സത്യപ്രബോധനങ്ങൾക്കും വിരുദ്ധമല്ലാത്ത ഏത് സന്ദേശത്തെയും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈ നാളുകളിൽ വെളിപ്പെടുന്ന പ്രവചന സന്ദേശങ്ങൾ അത് മാനുഷികമല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാവന സൃഷ്ടിയല്ല, ഒരു മിഥ്യ ധാരണയല്ല. അത് സ്വർഗം നൽകുന്ന അടയാളങ്ങളാണ്, ദൈവത്തിന്റെ മുന്നറിയിപ്പുകളാണ്. പൗലോസ്ലീഹ പറയാ, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, പ്രവചനങ്ങളെ പുച്ഛിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. ഈ കാലഘട്ടത്തിൽ ഈ ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും, ഒരു കാര്യം കാണുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ പുറകെ ഓടരുത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ പറയാ, 100 പഠനങ്ങളുടെ പുറകെ നമ്മൾ പരക്കം പായരുത്. കർത്താവ് സഭയ്ക്ക് നൽകിയ വിശ്വാസത്തോടും സഭയുടെ പ്രബോധനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന പഠനങ്ങളെ, പ്രഘോഷണങ്ങളെ നമ്മൾ സ്വീകരിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും അനേകം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, യൂട്യൂബിലൊക്കെ പല വിധത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളുടെ
പല ചതിക്കുഴികളും നമുക്ക് കാണുവാൻ കഴിയും. ഒറ്റ നോട്ടത്തിൽ തിരുസഭയോട് ചേർന്ന് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് പോകുന്ന കൂട്ടായ്മകളായും ഗ്രൂപ്പുകളുമായിട്ടാണ് നമുക്കിത് തോന്നുന്നത്. കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. പലരും വേദനയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, അറിയാതെ പെട്ടുപോയി, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ സഹോദരങ്ങളെ, എല്ലാം പരിശോധിച്ച് നോക്കണം. ഇന്ന് കർത്താവിൻ്റെ സഭയിൽ ജ്ഞാനമുള്ള പല വൈദികരും എത്ര ശക്തമായിട്ടാണ് സത്യവിശ്വാസം പ്രഘോഷിക്കുന്നത്. നമുക്ക് ആ പല വൈദികരുടെയും പേരുകൾ അറിയാം, നമ്മളതിൽ പങ്കെടുക്കുന്നവരാണ്. നമുക്ക് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. പല സമർപ്പിതരും ആത്മായ പ്രേക്ഷിതര് കർത്താവിൻ്റെ തീഷ്ണതയിൽ ജ്വലിച്ച് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ തലമുറയ്ക്ക് ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ പ്രഘോഷിക്കുന്ന പല ആത്മായ പ്രേക്ഷിതരും ഇന്ന് നമ്മുടെ സഭയിലുണ്ട്. ഇത് ആത്മാവിന്റെ വലിയൊരു പ്രവർത്തനമാണ്. എൻ്റെ സഹോദരങ്ങളെ, എല്ലാം പരിശോധിച്ച് നോക്കേണ്ട ഒരു സമയമാണിത്. കിട്ടുന്നത് മുഴുവൻ നമ്മൾ വാരി അങ്ങ് വിഴുങ്ങിക്കളയരുത്, അത് നമ്മെ നശിപ്പിച്ച് കളയും. തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് നാം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ആത്മാവിന്റെ കൃപാദാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ആഗ്രഹത്തോടെ ജീവിക്കേണ്ട സമയമാണിത്. പരിശുദ്ധ അമ്മ മാതാവ് മെജുകുറിയ കുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ തന്റെ മക്കളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന സന്ദേശത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുക, പരിശുദ്ധ ബൈബിൾ വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ സമയം പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്. ആത്മാവേ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനുള്ള ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളിൽ ജ്ഞാനപ്രകാശം കടന്നു വരട്ടെ. ഞങ്ങളെ കുടുംബങ്ങളെ സ്വാധീനിച്ചിരിക്കുന്ന, ഞങ്ങളെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക ശക്തികള്, നാരകീയ ഉപദ്രവങ്ങള്, തിന്മയുടെ പോരുകള്, ഇരുട്ടിന്റെ ശക്തികള്, പൈശാചിക അരൂപികള് ജ്ഞാനശക്തിയാ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിർവീര്യമാകട്ടെ. കർത്താവേ, സഭയിലേക്ക് പകരണമേ, ജ്ഞാനപ്രകാശം പകരണമേ, വന്യവൈദികരുടെ മേൽ, സമർപ്പിതരുടെ മേൽ, ആത്മായ പ്രേക്ഷിതരുടെ മേൽ ജ്ഞാനപ്രകാശം ഉദിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി ഒരു മനസ്സോട് ഒന്നിച്ചു വിളിക്കുന്ന ആത്മാവേ, കൃപാദാനങ്ങൾ നൽകണമേ. ഈ കാലഘട്ടത്തിന് ആവശ്യമായ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സഭ മുഴുവനിലും ജ്ഞാന വെളിച്ചം വ്യാപരിക്കട്ടെ. എല്ലാ അന്ധകാരം മാറട്ടെ. ഇരുളിന്റെ ശക്തികൾ നിർവീര്യമാകട്ടെ. സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, ഭിന്നതകൾ, കലഹങ്ങൾ, വെറുപ്പുകൾ, വിഭാഗീയതകൾ ജ്ഞാനശക്തിയാൽ നിർവീര്യമാകട്ടെ. കർത്താവേ, അവിടുത്തെ സഭയെ പരിരക്ഷിക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് ഒരു മനസ്സോട് നമ്മൾ ഒന്നിച്ചു പാടുകയാണ്. ആമേൻ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോ സഭയിലേക്ക് കൃപാദാനങ്ങൾ വർഷിക്കണമേ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് പരിശുദ്ധാത്മാവേ വരണമേ. ആത്മാവേ പ്രവർത്തിക്കണമേ.
വചനം ഘോഷിക്കും ഈ വേളയിൽ, നിന്നാമം പാടുമീ കൂട്ടായ്മയിൽ. ഞങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ആത്മാവിൻ തീനാളങ്ങൾ എല്ലാവരും ഒന്നിച്ചു പാടുന്നു. മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, കാറ്റായി വീശട്ടെ, വീശട്ടെ, നദിയായി ഒഴുകട്ടെ, ഒഴുകട്ടെ, തീയായി കത്തട്ടെ. ആത്മാവിന്റെ ദാനഫലവരങ്ങൾ തീയായി കത്തട്ടെ. ഇരു കരങ്ങളും ഉയർത്തി ഈ കൃപാദാനങ്ങളെ നമ്മൾ മുദ്രിതരാകുവാൻ, ആത്മാവിന് വിശുദ്ധ ദാനങ്ങളാൽ നമ്മൾ പ്രശോഭിതരാകുവാൻ, ജ്ഞാനപ്രകാശം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക് വ്യാപരിക്കുവാൻ കരമുയർത്തി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു. മഹത്വത്തോടെ വരണമേ, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരണമേ, അവിടുന്ന് എല്ലാം ഏറ്റെടുക്കണമേ. ആത്മാവെ നിയന്ത്രിക്കണമേ, ജ്ഞാന വെളിച്ചം നൽകണമേ, ജ്ഞാന പ്രകാശം നൽകണമേ. നന്മ തിന്മകൾ വിവേചിക്കുവാൻ, അശുദ്ധിയും വിശുദ്ധിയും വിവേചിക്കുവാൻ, പാപവും പുണ്യവും തിരിച്ചറിയുവാൻ ജ്ഞാന വെളിച്ചം നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കൃപാവരങ്ങളുടെ വിതരണക്കാരിയായ പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെല്ലാവരും ആത്മാവിന്റെ കൃപാദാനങ്ങളിൽ സമ്പന്നരാകുവാൻ, യുഗാന്ത്യ സഭയിൽ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന ദൈവരാജ്യത്തിന്റെ പോരാളികളായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് അമ്മയോടൊപ്പം ശവസപിതാവിനോടും ചേർന്ന് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും ഒന്നിച്ചു ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു വേർതിരിവിൻ്റെ കാലത്തിലാണ് ജീവിക്കുന്നത്. കർത്താവ് ഈ കാലഘട്ടത്തെ വേർതിരിക്കുകയാണ്. കളയും വിളയും തമ്മിൽ, നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ കർത്താവ് വേർതിരിക്കുന്നൊരു സമയമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, അവിടെ 28-29 വചനങ്ങളിൽ നാം എന്താണ് കാണുന്നത്? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കളയും വിളയും ഒരുമിച്ച് വളരുവാൻ കർത്താവ് അനുവദിക്കുകയാണ്. നെല്ലും പതിരും ഒന്നിച്ചു വളരുവാൻ കർത്താവ് അനുവദിച്ചൊരു കാലമുണ്ടായിരുന്നു. കൊയ്ത്തുകാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ കളകൾ പറിച്ചു കളയട്ടെ? കർത്താവ് പറഞ്ഞു, വേണ്ട, സമയമായിട്ടില്ല. നിങ്ങൾ കളകൾ പറിക്കുമ്പോൾ ഗോതമ്പ് ചെടിയും നിങ്ങൾ പറിച്ചു എന്ന് വരാം. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരണം. വചനത്തിന് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഇത്രയും നാള് അങ്ങനെയായി കളയും വിളയും ഒന്നിച്ചു വളരുന്ന ഒരു സമയത്തിലായിരുന്നു. എന്നാൽ കർത്താവ്
കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുകയാണ്. ഇനി രണ്ടും ഒരുമിച്ച് വളരുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ഒന്നെങ്കിൽ കള അല്ലെങ്കിൽ വിള, ഒന്നെങ്കിൽ നെല്ല് അല്ലെങ്കിൽ പതിര്. കർത്താവ് വേർതിരിക്കുകയാണ്. ഈ വേർതിരിവിൻ്റെ സമയത്ത് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ നെല്ലിലാണോ പതിരിലാണോ പെടുന്നതെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. നാം കളയുടെ ഭാഗത്താണോ നീ എവിടെയാണ് ആയിരിക്കുന്നത്? നീ കളയിലാണോ വിളയിലാണോ ആയിരിക്കുന്നത്? 13:39 വീണ്ടും കർത്താവ് അത് വ്യക്തമാക്കുകയാണ്. യുഗാന്തമാണ്. നാളുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൂടെ കാണുകയായിരുന്നു. വിലയേറിയ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. യുഗത്തിന്റെ അന്ത്യം നമ്മിലാണ് എത്തി നിൽക്കുന്നത്. സഭയെ പഠിപ്പിക്കുകയാണ്. 14-ാം അധ്യായം 15-ാം വചനത്തിൽ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു, മേഘത്തിൽ മേൽ ഇരിക്കുന്ന ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, കൊയ്ത്തിനു കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. ശ്രദ്ധിക്കണമേ, കളയും വിളയും ഒന്നിച്ചു വളരുവാൻ കർത്താവ് കാലാവധി എന്നുവരെയായിരുന്നു, കൊയ്ത്തുവരെയായിരുന്നു. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ആത്മാവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്, കൊയ്ത്തിനു കാലമായി. നമ്മൾ കൊയ്ത്തുകാലത്തിലാണ്. ഏതാണ് ഈ കൊയ്ത്തുകാലം? അത് യുഗാന്ത്യ നാളുകളാണ്. യുഗാന്ത്യം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, അത് ലോകാവസാനമല്ല. ലോകാവസാനമല്ല യുഗാന്ത്യം. യുഗാന്ത്യം എന്ന് പറയുന്നത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയോട് പറഞ്ഞൊരു കാര്യമാണത്. പാപം നിറഞ്ഞ, അനീതി നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ ഈ യുഗത്തിന് കർത്താവ് അവസാനം കുറിക്കുകയാണ്. ഒരു കൃപയുടെ വസന്തം സഭയ്ക്ക് കർത്താവ് ഒരുക്കുകയാണ്. പാപയുഗത്തിൻ്റെ അന്ത്യം വരുന്നു, ഒരു കൃപായുഗത്തിൻ്റെ ആരംഭം ആത്മാവ് തരികയാണ്. നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, റോമാക്കാർക്ക് ലേഖനം 16-ാം അധ്യായം 26-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുത്തെ പ്രവാചകന്മാർ പ്രവാചകന്മാരിലൂടെ തന്റെ അപ്പോസ്തലൻ പറഞ്ഞ ദൈവ ഈ നാളുകളിൽ സ്വർഗ്ഗീകരിക്കുകയാണ്. നിങ്ങളെ എത്ര ശ്രേഷ്ഠമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ മുന്നറിയിപ്പുകളും അടയാളങ്ങളും ചിലപ്പോൾ ദുരന്തങ്ങളും ദുരിതങ്ങളും മറ്റു ചില വിനാശങ്ങളുമായിട്ടായിരിക്കും ലോകത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ അസ്വസ്ഥരാകരുത്. മുന്നറിയിപ്പുകൾ എപ്പോഴും നമുക്ക് രക്ഷയുടെ അടയാളങ്ങളാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പൊന്നോമന മക്കൾക്ക് സ്വർഗം നൽകുന്ന ഓരോ അടയാളവും രക്ഷയുടെ, പ്രത്യാശയുടെ ത്തോളം അത് കഠിനവും കഠോരവുമായിരുന്നു. പ്രത്യാശയുടെ അത്ഭുതങ്ങളായിരുന്നു.
ആ 10 ബാധകൾ ഇതുപോലെ തന്നെയാണ്. അത് പല ദുരന്തങ്ങളും ദുരിതങ്ങളും തകർച്ച കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഈ അടയാളങ്ങൾ പ്രത്യാശയാണ്, ഈ അടയാളങ്ങൾ രക്ഷയാണ്. നമ്മളിത് മനസ്സിലാക്കണം. ദാനിയേൽ പ്രവചനം 12:9 ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ചു മുദ്ര വെച്ചതാണ്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചന മുദ്ര, പ്രവചന ത്രിത്വം നമുക്കായി തുറന്നു ഇപ്രകാരം നമ്മെ അറിയിച്ചു. കാലത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന മഹാ അത്ഭുതത്തിനായി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞാൻ നൽകുന്ന അനന്യ സാധാരണമായ അടയാളങ്ങൾ നിങ്ങൾ ഉടനെ കാണും. ഫാത്തിമയിൽ എൻ്റെ അവസാന പ്രത്യക്ഷീകരണത്തിൽ സംഭവിച്ച സൂര്യനിൽ അത്ഭുതം ഇപ്പോഴും മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം ാനുള്ള സൂചനയുടെ ഒരു മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും വായിക്കണമേ. ഒരു പ്രവാചക അടയാളം മാത്രം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ എത്ര കൃത്യതയോടെയാണ് പരിശുദ്ധ അമ്മ മാതാവ് നമ്മൾ അറിയിക്കുന്നത്. മുദ്രിത ഗ്രന്ഥം വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ മക്കളെ നിങ്ങൾ അറിയിക്കുവാൻ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമ്മോടുള്ള മാറ്റമില്ലാത്ത സ്നേഹത്തെ ഓർത്ത്, അളവില്ലാത്ത വിശ്വസ്ത നന്ദിയുള്ളവരാകണം. നന്ദി എന്താണ്? നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഈ അടയാള സന്ദേശങ്ങളിലൂടെ എല്ലാം സ്വർഗം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇത് വലിയ ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി അനേകരെ നിത്യരക്ഷയ്ക്കായി ഒരുക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ളൊരു സമയം. നമുക്കിനി കഥ പറഞ്ഞിരിക്കുന്ന നേരമില്ല സഹോദരങ്ങളെ. ഞാൻ വീണ്ടും പറയട്ടെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനില്ല. കർത്താവ് തന്നിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അർത്ഥവും മഹത്വവും മനസ്സിലാക്കി ഈ ജീവിതം പൂർണ്ണമായും കർത്താവിനും കർത്താവിൻ്റെ പദ്ധതികൾക്കുമായി പ്രയോജനപ്പെടുവാൻ നാം നമ്മെ തന്നെ സമർപ്പണം ചെയ്യേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെളിപാട് പുസ്തകം 6-ാം അധ്യായം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധയോടെ വചനം വായിക്കുക. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകര ദിനം വന്നു കഴിഞ്ഞു, ചെറുത്തു നിൽക്കാൻ ആർക്കു കഴിയും? ദൈവത്തിൻ്റെ ക്രോധദിനം കടന്നു വരികയാണ്. നമ്മൾ കണ്ടു, കർത്താവിൻ്റെ കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവനീതിയുടെ സമയം ആഗതമാകുവാനായി പോകുന്നു. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞ സന്ദേശമാണ്, എൻ്റെ മകളെ, എൻ്റെ കരുണയെക്കുറിച്ച് നീ ലോകത്തോട് പ്രഘോഷിക്കുക. എൻ്റെ നീതിയുടെ സമയം ആഗതമാകുന്നു. കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് നിങ്ങളായിരിക്കുന്നത്. ദൈവക്രോധത്തിൻ്റെ ദിനങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല തകർച്ചകളും പ്രകൃതിക്ഷോഭങ്ങളും വിനാശങ്ങളും മഹാമാരികളും പകർച്ചവ്യാധികളും ഭീകര സംഭവങ്ങളും ക്ഷാമങ്ങളും യുദ്ധക്കെടുതികളും യുദ്ധഭീഷണികളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഈ മുന്നറിയിപ്പുകൾ എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മൾ ആത്മീയമായി ഒരുങ്ങുവാനുള്ള സമയമാണ്.
ഈ അടയാളങ്ങളെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭയ്ക്കുള്ള അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. ഓരോ മാർപ്പാപ്പമാരും അനുഗ്രഹീതരാണ് സഭയ്ക്ക്. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ 2 മാർപ്പാപ്പ അങ്ങനെയായിരുന്നു. മാർപ്പാപ്പ പറഞ്ഞു, ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കണം. ഈ ഒരു സമയം വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനുമായി ദൈവം അനുവദിച്ചിരിക്കുന്ന സമയമാണ്. ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോവുകയാണ്. വെളിപാട് പുസ്തകം 6:17 നമ്മൾ കണ്ട വചനം ഇതിനോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിൻ്റെ ക്രോധദിനം വരാൻ പോകുന്നു. ആർക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും? ഒരു ഗവൺമെന്റിനും ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും ഇന്ന് നമ്മൾ കാണുന്ന ഒരു ടെക്നോളജിക്കും ഇത് ചെറുത്ത് നിൽക്കുവാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ, സാധിക്കില്ല. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയാണ്, കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മൾ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് മാർപ്പാപ്പ പറയുന്നത്? കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണമത്. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കേണ്ടതിൻ്റെ അടിയന്തര പ്രാധാന്യത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക, കാലത്തിന് അടയാളങ്ങൾ മനസ്സിലാക്കുക എന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ മുന്നറിയിപ്പാണത്. അപ്പോൾ ചിലർ ചിന്തിക്കും, ഈ കാലത്തിന് അടയാളങ്ങൾ അങ്ങനെയുള്ള പല സെക്റ്റ് ഗ്രൂപ്പുകളും ഉണ്ട് കേട്ടോ. അതല്ല പറയുന്നത്, ശ്രദ്ധിക്കണം. ഇതിനെല്ലാം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി സഭയുടെ സത്യവിശ്വാസത്തിന് നിരക്കാത്ത പല പ്രബോധനങ്ങളും പഠിപ്പിക്കുന്ന, പങ്കുവയ്ക്കുന്ന പല വാട്സപ്പ് ഗ്രൂപ്പുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഞാൻ ആ കാലത്തിന് അടയാളത്തെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ ജ്ഞാനമുള്ളവരാകണം നമ്മൾ. അങ്ങനെയുള്ള കെണികളിൽ പോയി പെട്ട് നമ്മൾ നശിക്കാൻ ഇടവരരുത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്ന ഈ കാലത്തിന് അടയാളം പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ എന്തിനു വേണ്ടിയാ? നമ്മൾ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുവാൻ, നമുക്ക് ആത്മനാശം സംഭവിക്കാതിരിക്കുവാൻ, നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള കർത്താവിൻ്റെ മഹാകരുണയുടെ അടയാളമാണ് ഈ സന്ദേശങ്ങളൊക്കെ. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നമ്മൾ നിറയപ്പെട്ട് ജീവിക്കേണ്ടതിന് ആവശ്യകത ഇവിടെയാണ് വരുന്നത്. ഹെബ്രായ പുസ്തകം 10 അധ്യായം അവിടെ 37 വചനത്തിൽ ആത്മാവ് പറയുകയാണ്, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. കുറച്ച് സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ സമയമല്ല, കർത്താവിൻ്റെ സമയം. പത്രോസ്ലീഹ പറയുന്നുണ്ട്, നമ്മുടെ 1000 വർഷം കർത്താവിന് ഒരു ദിവസം പോലെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും എന്നുള്ളതല്ല നമ്മുടെ വിഷയം. കർത്താവ് അവിടത്തേക്ക് ഇഷ്ടമുള്ള സമയത്ത് വരട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്താ? ഈ തലമുറയിൽ കർത്താവ് വന്നാൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ദൗത്യം അനേകർ ഒരുക്കിയിട്ടുണ്ടോ? അതാണ് നമ്മുടെ വിഷയം. കർത്താവിൻ്റെ പ്രത്യാഗമനം യുഗാന്തി എപ്പോൾ സംഭവിക്കും എന്നുള്ളതല്ല. അങ്ങനെ അത് റിസർച്ച് നടത്തി പഠിച്ചു പോയവരൊക്കെ പലപ്പോഴും സഭ വിട്ടു പോയിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ശ്രദ്ധിക്കണമേ, ഈ തലമുറയിൽ കർത്താവ് വന്നാൽ നമ്മൾ എത്ര പേര് കർത്താവിനോട് കൂടെ പോകും? സഭ പഠിപ്പിക്കുന്നുണ്ട്, അതേത് സമയത്താണ് സംഭവിക്കുകയെന്ന് അറിയത്തില്ല. 2000 വർഷമായി സഭ ഒരുങ്ങി കാത്തിരിക്കുകയാണ് തൻ്റെ ആത്മമണവാളനായ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി. അതുകൊണ്ടാണ് ആദിമ സഭയുടെ പ്രാർത്ഥനയായിരുന്നു മാറാനാത്ത. കർത്താവേ വന്നാലും, മാറാനാത്ത കർത്താവേ വന്നാലും. ഈ പ്രത്യാശയാണ്, ഈ വിശ്വാസമാണ് രക്തസാക്ഷിത്വം വരിച്ചു പോലും ഈശോയ്ക്ക് വേണ്ടി വിശ്വാസത്തെ പ്രതി സാക്ഷ്യം നൽകുവാൻ ആദിമ സഭയിലെ വിശ്വാസികളെ പ്രാപ്തരാക്കിയത്. അപ്പോൾ സഹോദരങ്ങളെ, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനുള്ളവൻ വരിക തന്നെ. ആ വചനം ഒന്ന് കാണിച്ച് 10:37, വരാനുള്ളവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ.
ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ ദിനങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ദൈവീക ജ്ഞാനം കൂടിയേ തീരൂ. ഫിസിക്സ് പഠിച്ചതുകൊണ്ടോ കെമിസ്ട്രി അറിഞ്ഞതുകൊണ്ടോ ബയോളജി മനസ്സിലാക്കിയത് കൊണ്ടോ ഈ ലോകത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. കാലഘട്ടത്തെ തിരിച്ചറിയുവാനുള്ള വഴി ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നിങ്ങൾ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം. ജ്ഞാനപ്രകാശത്താൽ നിങ്ങൾ പ്രശോഭിതരാകുവാനായി ആഗ്രഹിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഒരുമിച്ച് അവതരണം വായിച്ച്, സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. നിങ്ങൾ ദൈവിക ജ്ഞാനത്തിൽ അതിനെക്കുറിച്ച് അറിവുള്ളവരാണല്ലോ. അതാണ് അതിനർത്ഥം. നിങ്ങൾ സമയത്തെക്കുറിച്ചും ഈ കാലത്തെക്കുറിച്ചും അറിവുള്ളവരല്ലേ. നിങ്ങളോട് ഞാൻ ഇനി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു വേർതിരിവിൻ്റെ സമയമാണ്. ഇനി പഴയതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമാണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപാദാനങ്ങളെ സ്വീകരിച്ച് ആത്മാവിനെ യോഗ്യമാംവിധം ജീവിക്കുവാനായി കഴിയുന്നത്. അപ്രകാരമുള്ള ജീവിതങ്ങളെയാണ് കർത്താവ് സഭയിൽ ഉയർത്താൻ പോകുന്നത്, തൻ്റെ ശുശ്രൂഷകൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നത്. പതിനെ വേർതിരിക്കും, കളകളെ പിഴുതുമാറ്റുന്നൊരു സമയമാണ് പ്രിയപ്പെട്ടവരെ. ഇനി ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഒരുമിച്ച് പോകാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഒന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ, ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടണം. ഇത് രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മിക്സ് ചെയ്തു പോകുന്ന മിക്സിംഗ് പരിപാടി കർത്താവ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 39-ാം വചനത്തിൽ 2 കൂട്ടരെ കാണാം. ഒന്നാമത്തെ കൂട്ടം ആരാണ്? പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടം. രണ്ടാമത്തെ കൂട്ടം ആരാണ്? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. 2 കൂട്ടങ്ങളെ കാണുകയാണ്. ഒന്ന്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടവും വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടവും. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിതിൽ ഏത് കൂട്ടത്തിലാണ് പെടുന്നത്? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാനാണ് ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ തൻ്റെ സഭയിലൂടെ ഈ നാളുകളിൽ ശാലൂൺ ടെലിവിഷനിലൂടെ, ഗുഡ്നസ് ടെലിവിഷനിലൂടെ, അതുപോലെ പല നമുക്കറിയാം, ഇന്ന് നമ്മുടെ സഭയിൽ വിശുദ്ധരായ പല വൈദികരുണ്ട്. സത്യവിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കുന്നവരെ അവർ നമ്മുടെ യൂട്യൂബിലൊക്കെ പല വചന ശുശ്രൂഷ നമ്മൾ കേൾക്കുന്നുണ്ട് പലരുടെയും. ഞാൻ അവരോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, എന്തിനു വേണ്ടി ശുശ്രൂഷകൾ സ്വർഗം തരുന്നത്? നമ്മൾ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതിരിക്കാനാണ്. നമ്മുടെ സ്ഥാനം എവിടെയാ? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ദൈവം നമ്മളെ ചേർക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരങ്ങളെ, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ ദൈവം നമ്മളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയാണ്. പൗലോസ്ലീഹ തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5:3 ആ വചനം ശ്രദ്ധിച്ച്, സമാധാനവും ഭദ്രതയും എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കും, അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കൂട്ടരുണ്ട് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവവചനത്തെ ധിക്കരിച്ച് അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ഹൃദയകാഠിന്യത്തിൽ ജീവിക്കുന്ന ആത്മാക്കളെ ശ്രദ്ധിക്കണമേ. ഇതൊക്കെ മണ്ടത്തരമാണ് എന്ന് പുച്ഛിച്ച്
ജ്ഞാനപ്രബോധനങ്ങളെ തള്ളിക്കളയുന്ന, നിരാകരിക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണമേ. പരിശുദ്ധ വചനം പറയുകയാണ്, അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കാരണം അവർ ദൈവത്തിൻ്റെ കരുണയെ ബോധപൂർവം തിരസ്കരിച്ചവരാണ്. ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശുദ്ധനായ അഗസ്തീനോസ് പിതാവ് പറയുന്നില്ലേ, നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിനെ, നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ പറ്റുകയില്ല. നിന്നെ രക്ഷിക്കുവാൻ പറ്റുകയില്ല. എൻ്റെ സഹോദര സഹോദരി, കർത്താവ് തരുന്ന ഈ വചനം മറന്നു പോകരുത്. അവർ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. സമാധാനവും ഭദ്രതയും ഇന്ന് ലോകത്തിന് രണ്ട് പ്രധാന വാക്കുകളാണ്. ലോകരാജ്യ തലവന്മാരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ അവർ പറയുന്നത് എന്താണ്? പീസ് ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതത്വവും സമാധാനവും. ലോകം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് സംഭവിക്കുന്നു. എന്നാൽ 5-ാം വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ. 6-ാമത്തെ വചനം വായിച്ച്, 6-ാമത്തെ വചനം 6 നമുക്കുള്ള വചനം. ഒന്ന് വായിച്ച്, എന്താ പറയുന്നത്? അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. സുബോധമുള്ളവരായിരിക്കാം. സഹോദരങ്ങളെ ക്ഷമിക്കണം, 4-ാമത്തെ വചനം വായിച്ച്, 3-ന്റെ അവിടെ 4-ാമത്തെ വചനം അതാണ്, 5-4. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. അപ്പൊ ആ ദിനം പിടികൂടാത്തൊരു കൂട്ടരുണ്ട്, ആ ദിനം പിടികൂടുന്ന മറ്റൊരു കൂട്ടമുണ്ട്. നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട്, ഈ സമയത്തിന് പ്രാധാന്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ നിരന്തരം ജീവിക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ വിശുദ്ധ വചനം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. പരിശുദ്ധ അമ്മ മാതാവ് വ്യക്തമായി അറിയിക്കുകയാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണ സമയത്ത് അമ്മ പറഞ്ഞു, ഒരു പ്രത്യേകമായ അടയാളം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ അടയാളം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതിനെക്കുറിച്ച് അമ്മ എന്താണ് സിസ്റ്റർ ലൂസിയോട് പറഞ്ഞത്? ദർശനത്തിൽ പറഞ്ഞതിന് പ്രകാരം 1-ാം ലോക മഹായുദ്ധം ഉടനെ സമാപിച്ചു. എന്നാൽ ലോകം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ആദ്യത്തേതിനേക്കാൾ ഭയാനകമായ ഒരു യുദ്ധം വീണ്ടും ഉണ്ടാകുമെന്നും അതിന് ഫലമായി പല രാഷ്ട്രങ്ങളും നശിക്കുമെന്നും സഭ പീഡിപ്പിക്കുമെന്നും മാതാവ് പറയുകയുണ്ടായി. മാത്രമല്ല, യുദ്ധം, ക്ഷാമം, പീഡനം ഇവയിലൂടെയുള്ള സഭയുടെയും ലോകത്തിൻ്റെയും ശുദ്ധീകരണത്തിനായി ദൈവം ഒരു അടയാളം നൽകുമെന്നും ദിവ്യജനനി വെളിപ്പെടുത്തി. ഒരു അടയാളം തരികയാണ്. അജ്ഞാതമായൊരു വെളിച്ചത്താൽ ഒരു രാത്രി പ്രകാശനമാകുന്നത് കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അത് ദൈവം നൽകുന്ന വലിയൊരു അടയാളമാണ്. പരിശുദ്ധ അമ്മ ഫാത്തിമ പ്രത്യക്ഷീകരണ സമയത്ത് നൽകിയൊരു പ്രവചന സന്ദേശമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം തരുന്ന പ്രവചനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് പൂർത്തീകരിക്കപ്പെടും. ഈ സന്ദേശം പൂർത്തീകരിക്കപ്പെട്ടു, അത് നിറവേറിയോ? എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? 1938 ജനുവരി 25-26 തീയതികളിൽ ഈ സന്ദേശം യാഥാർത്ഥ്യമായി. യൂറോപ്പിലും അമേരിക്കയിലും രാത്രിയിലെ അസാധാരണമായ വെളിച്ചം കണ്ട് ജനം അത്ഭുതപരന്തരായി. അത്യാപൂർവമായി പ്രകാശത്തെ ശാസ്ത്രജ്ഞന്മാരെ ഒറോറ ബൊറാലിയസ് എന്ന് പേരാണ് വിളിച്ചത്. ഇത് ഈ ലോകത്തിന് ദൈവം തന്നൊരു അടയാളമായിരുന്നു. മാനസാന്തരപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ, അനുതപിച്ച കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ സ്വർഗം നൽകിയ ശക്തമായൊരു അടയാളമായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള അടയാളങ്ങൾ ലോകത്തിൽ സംഭവിക്കുമെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലർ ചിന്തിക്കുന്നത് ഈ അടയാളങ്ങളൊക്കെ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, ഇത് പ്രസംഗിക്കാനും വലിയ കുഴപ്പമില്ല, ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണ്, ഇത്തരം മണ്ടത്തര ആശയങ്ങൾ, ഇത്തരം പൊട്ടത്തരങ്ങൾ പറയരുതേ എന്ന് ചിലരെങ്കിലും ചിലപ്പോൾ ചിന്തിച്ച് കാണാം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചന അടയാളങ്ങൾ അത് നിറവേറ്റുവാൻ ആത്മാവ് ശക്തനാണെന്ന് ഈ അടയാള നിറവേറ്റലിലൂടെ
ദൈവം നമുക്ക് കാണിച്ചു തരികയാണ്. അത് നിറവേറി. ശാസ്ത്രജ്ഞന്മാർ എന്താ പ്രതിഭാസത്തെ വിളിച്ചത്? അവരെന്തോന്നാ പറഞ്ഞത്? ഒറാറ ബൊറിയാലിയസ്. വാക്കൊക്കെ കഠിന വാക്കുകളാണ്. ഒറാറ ബൊറിയാലിയസ് എന്ന പേരാണ് വിളിച്ചത് ശാസ്ത്രജ്ഞന്മാർ. ഇതിൻ്റെ അടയാളം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇതിൻ്റെ അടയാളം സ്പെയിനിലുള്ള തുയ്യ കോൺവെന്റിൽ വെച്ച് ലൂസി ഈ പ്രവചന സന്ദേശം നിറവേറപ്പെടുന്നത് കണ്ടു. എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അമ്മ എന്താ പറഞ്ഞത്? ഈ അടയാളം പാപഭംഗിലമായ രാഷ്ട്രങ്ങളെ ദൈവം തൻ്റെ നീതിയിൽ ശിക്ഷിക്കാൻ പോകുന്നു. ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ദൈവത്തിൻ്റെ സ്നേഹ താക്കീതുകളാണ്. ദൈവം നൽകുന്ന സ്നേഹ താക്കീതുകളാണ്. ദൈവം പാപഭംഗിലമായ രാഷ്ട്രങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നുവെന്ന് എന്നെ ബോധ്യപ്പെടുത്താനായി ദൈവം ഈ അടയാളം നൽകിയിരിക്കുന്നു. വെളിപാട് 6:17 പറയുന്നത് പോലെ ആ ക്രോധദിനം വന്നു കഴിഞ്ഞു സഹോദരങ്ങളെ, ക്രോധദിനം വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തു മനസ്സിലാക്കണം? ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. ഈ പ്രവചന അടയാളങ്ങൾ ഇന്ന് ഓരോന്നും നമ്മുടെ തലമുറയിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞു വീണ്ടും ലൂസിയോട്, മകളെ, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. വീണ്ടും അമ്മ മാതാവ് പറഞ്ഞു, എൻ്റെ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ അവസാന പ്രത്യക്ഷീകരണ സമയത്ത് സൂര്യനിൽ ഞാൻ ചെയ്ത ആ പ്രകടമായ അടയാളം കർത്താവിൻ്റെ പ്രത്യാഗമനത്തോടുള്ള ബന്ധത്തിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സ്നേഹത്തോടെയാണ് ഈ അടയാളങ്ങളും സന്ദേശങ്ങളും പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമുക്ക് നൽകുന്നത്. ഈ അടയാളങ്ങൾ കാണുമ്പോഴും ഈ സന്ദേശങ്ങൾ നിറവേറപ്പെടുമ്പോഴും യുഗാന്ത്യ സഭയിലെ ദൈവമക്കളായ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 33 വചനത്തിലോട്ടാണ്. എല്ലാവരും ഒരുമിച്ച വചനത്തിലോട്ട് വന്ന്, അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. നമ്മൾ പാടുന്നില്ലേ, രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഏഴും നല്ലാറായി. അങ്ങനെ ഒരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാ അത്ഭുതം എന്ന് പറയുന്നത് മറ്റ് ഒരു അത്ഭുതങ്ങളുമല്ല. ലോകത്തിൻ്റെ വണ്ടേഴ്സ് എന്ന് പറയുന്നത് തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ നമ്മുടെ കർത്താവ് രാജാതിരാജാവായി തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് വീണ്ടും വരുന്നതാണ് ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, എല്ലാ മിഴികളും അവനെ ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും നമ്മുടെ കർത്താവിനെ കാണും. ഈ അടയാളങ്ങളിലൂടെ, ഈ പ്രവചന സന്ദേശങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. കർത്താവിൻ്റെ പ്രത്യാഗമനം ഒരു കെട്ടുകഥയല്ല, അതൊരു ഭാവന സൃഷ്ടിയല്ല. അത് സഭയുടെ 2000 വർഷമായിട്ടുള്ള വിശ്വാസ സത്യമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിശ്വാസ സത്യത്തെ വളച്ചൊടിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞു, അതിന് നേരവും കാലവും തീയതിയും പറഞ്ഞ് ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന പലരും ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മളതിന് പുറകെ പോകരുത്. അങ്ങനെയുള്ള പഠനങ്ങളെ നമ്മൾ പ്രിയപ്പെട്ടവരെ തള്ളിക്കളയണം, നിരാകരിക്കണം. നമ്മളെപ്പോഴും സഭയോടും സഭയുടെ സത്യപ്രബോധനങ്ങളോടും കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 13:18 വീണ്ടും പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്.
എല്ലാവരും ഒന്നിച്ച വചനം ഏറ്റുപറഞ്ഞ്, ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത്. ഇവിടെയാണ് ജ്ഞാനം ഈ ആവശ്യമായിരിക്കുന്നത്. അടയാളങ്ങൾ കാണുമ്പോൾ, ഈ പ്രവചന സന്ദേശങ്ങൾ വെളിപ്പെടുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആത്മീയമായി ഒരുങ്ങേണ്ട സമയം അത്യാസന്നമായിരിക്കുന്നു. ലോകത്തിന്റെ വ്യഗ്രതകളിൽ നിന്ന്, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ഭോഗേച്ഛകളിൽ നിന്ന് എല്ലാം വിട്ടൊഴിഞ്ഞ്. അപ്പോൾ ചിലർ ചിന്തിക്കും, പിന്നെ ജീവിതത്തിൽ എന്താ ഒരു സന്തോഷമുള്ളത്? എന്നാ സഹോദരൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ജീവിതത്തിലൊരു സന്തോഷം വേണ്ടേ? ജീവിതം ഒന്നേയല്ലേ ഉള്ളൂ, ഇതൊക്കെ അടിച്ചു പൊളിക്കണ്ടേ? അത് ശരിക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എൻ്റെ സഹോദരങ്ങളെ, ഇത് ആഘോഷിക്കാൻ കർത്താവ് നമ്മൾക്ക് അനുവദിച്ച് തരുന്ന സന്തോഷങ്ങളുണ്ട്. നമുക്കത് മതി. കാരണം നമ്മൾ ആരും ഇവിടെ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ലല്ലോ. ഇന്ന് കർത്താവ് വിളിച്ച കഴിഞ്ഞില്ലേ നമ്മുടെ എല്ലാ ആസൂത്രണങ്ങളും, നമ്മുടെ എല്ലാ പദ്ധതികളും, നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളും ഇതാ പോകുന്നു. എല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഒറ്റ സെക്കൻഡ് മതി. ഈ ശ്വസിക്കുന്ന ശ്വാസം നിന്നാൽ കഴിഞ്ഞില്ലേ? ഇന്ന് കർത്താവ് നമ്മൾ ഉണർത്തിയത് കൊണ്ടല്ല ഉണരാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ഉണരാൻ പറ്റൂ? നമ്മളെക്കാൾ ആരോഗ്യമുള്ള, കഴിവുള്ള, മിടുക്കരായ പലരും ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നില്ല. അവർ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോയി. ഒരു ദിനം കൂടെ നമ്മുടെ ആയുസ്സിനോട് കർത്താവ് കൂട്ടിച്ചേർത്ത് തന്നത് കർത്താവിൻ്റെ കരുണയാണ്, കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. ഇത് തിരിച്ചറിഞ്ഞ് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ ജ്ഞാനമുള്ള മനസ്സ് നമുക്കുണ്ടാകണം, ജ്ഞാന ഹൃദയമുണ്ടാകണം, ജ്ഞാന ചിന്തയുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ജ്ഞാനപ്രകാശം പരക്കണം. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വീണ്ടും കർത്താവിൻ്റെ വചനം പറയാണ്. അവിടെ 9-ാമത്തെ വചനത്തിൽ, ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. എവിടെ? ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ പറഞ്ഞു. ഇവിടെയാണ് പറഞ്ഞു ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് എന്താ? കർത്താവ് ആവർത്തിച്ച് പറയുന്നത് എന്താ? ജ്ഞാനം, വിസ്ഡം, വിസ്ഡം, വിസ്ഡം. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ഇവിടെയാണ് ജ്ഞാനമുള്ള ജീവിതത്തിന്റെ ആവശ്യം. ഇവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ് ആവശ്യമായിരിക്കുന്നത്. വെളിപാട് പുസ്തകം 12 പ്രവചനം, വെളിപാടല്ല, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും വചനം വെളിപ്പെടുത്തുകയാണ്. ഈ അടയാളങ്ങളെല്ലാം കാണുമ്പോൾ, ഈ പ്രവചന സന്ദേശങ്ങൾ കാണുമ്പോൾ അനേകർ ജ്ഞാനമുള്ളവർ എന്തു ചെയ്യും? അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. ലോകത്തിൻ്റെ മലിനതയിൽ നിന്ന്, ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്ന്, എല്ലാവിധ തിന്മകളിൽ നിന്ന്, അശുദ്ധികളിൽ നിന്ന് അവർ തങ്ങളെ തന്നെ വെണ്മയുള്ളവരാക്കും. അവർ തങ്ങളെ തന്നെ നിർമ്മലരാക്കും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ മനസ്സ് അന്ധമായി പോയ കർത്താവിൻ്റെ മക്കള് അവർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ പറയും, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണതേ. ഇത് ലോക ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടില്ലേ? പിന്നെന്ത് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ ചുമ്മാ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാനുള്ള പരിപാടിയാന്ന് പറഞ്ഞ് ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സ് അന്ധമായിട്ട് അവരങ്ങ് നോർമലായിട്ട് അങ്ങ് ജീവിക്കും. തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഈ ലോകത്തിൻ്റെ ഉല്ലാസങ്ങളിലും ആർഭാടങ്ങളിലും പങ്കുപറ്റി ഇങ്ങനെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അവർ മുന്നോട്ട് പോകും. ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും, അവർ ഗ്രഹിക്കുകയില്ല. എന്നാൽ ജ്ഞാനികൾ ഈ അടയാളങ്ങളെല്ലാം ഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജ്ഞാനികൾ ഈ അടയാളങ്ങൾ ഗ്രഹിക്കും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ ആവശ്യകത മനസ്സിലായോ? ലോകത്തിൻ്റെ അറിവ് കൊണ്ടും പരിജ്ഞാനം കൊണ്ടും നമുക്ക് ഈ കാലത്തെ വ്യാഖ്യാനിക്കുവാൻ, വിവേചിക്കാൻ പറ്റുകയില്ല. അതിന് സ്വർഗീയ ജ്ഞാനം വേണം. അത് നമുക്ക് പ്രദാനം ചെയ്യുവാനാ പരിശുദ്ധ ത്രിത്വം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ നിയോഗിച്ചിരിക്കുന്നത്. അമ്മ നമ്മൾ ഒരുക്കുകയാണ്. അമ്മയോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ച് നമ്മൾ ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആവശ്യമായ ജ്ഞാനം പരിശുദ്ധ അമ്മയിലൂടെ ആത്മാവ് പ്രദാനം ചെയ്യും. അവൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ് നമ്മുടെ അമ്മ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈ വചനത്തുള്ള ബന്ധത്തിൽ, ഈ അടയാളത്തുള്ള ബന്ധത്തിൽ കർത്താവ്
ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത്രയും അടയാളങ്ങളും സന്ദേശങ്ങളും സ്വർഗീയ മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടും അനുദപിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ ആത്മീയമായി ഒരുങ്ങുവാനോ സ്വയം വിശുദ്ധീകരിക്കുവാനോ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. വെളിപാട് പുസ്തകം 12:11 വരിക. അവിടെ എന്താണ് വചനം പഠിപ്പിക്കുന്നത്? വെളിപാട് 12:11. അവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഒരു വിശുദ്ധ ഭയം കൊണ്ടങ്ങ് വിറച്ചു പോയി. ചുമ്മാ നിങ്ങളോട് കള്ളം പറയല്ല. കർത്താവ് എന്തായി പറയുന്നത്? അനീതി പ്രവർത്തിക്കുന്നവർ ഇനിയും അനീതി പ്രവർത്തിക്കട്ടെ എന്ന്. അനീതി പ്രവർത്തിക്കരുത്, നിങ്ങൾ നീതിയോടെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ച കർത്താവ് പറയുകയാണ്. ഈ അടയാളങ്ങൾ കണ്ടിട്ടും ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞിട്ടും നീ മാനസാന്തരപ്പെടുവാൻ, അനുദപിക്കുവാൻ, നിന്റെ ജീവിതത്തെ നിർമ്മലീകരിക്കുവാൻ, നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ, നിന്റെ കുടുംബത്തെ ഒരുക്കുവാൻ, നിന്റെ സഭയെ സജ്ജമാക്കുവാൻ, നിന്റെ സമൂഹത്തെ വിശുദ്ധീകരിക്കുവാൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ, നീ അനീതി ചെയ്തോ, നീ ജീവിച്ചോ, നീ എൻജോയ് ചെയ്തോ, നീ അനീതി ചെയ്തോ. പാപക്കറ പുരണ്ടവൻ ഇനി അങ്ങനെ കഴിയട്ടെ, അതെ, പാപം തരുന്ന സുഖങ്ങൾ അനുഭവിച്ച് നീ ആസ്വദിച്ച് ജീവിച്ചോ. എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്ന തൻ്റെ മക്കളോട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം കണ്ട് അസ്വസ്ഥരാകരുത്. ലോകത്തിൻ്റെ ഈ പോക്ക് കണ്ട്, ലോകത്തിൻ്റെ ഈ സുഖലോലുപതയും ഭോഗേച്ഛകളും കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകരുത്, നിങ്ങളെ മനസ്സ് കലുഷിതമാകരുത്. എൻ്റെ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, എൻ്റെ വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാണ് കർത്താവ് നമ്മോട് തരാനുള്ള മെസ്സേജ്. അനീതി പ്രവർത്തിക്കുന്നവർ, പാപക്കറ പുരണ്ടവർ, അവരോട് എന്താ കർത്താവ് പറയുന്നത്? നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം, നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം, എൻജോയ് ചെയ്തോ. ഈ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിയിട്ട് അനുദപിക്കാൻ, മനസ്സാന്തരപ്പെടുവാൻ, തിരിച്ചു വരുവാൻ, എൻ്റെ കുഞ്ഞേ, നിനക്ക് മനസ്സില്ലെങ്കിൽ നീ ചെയ്തോ, നിന്നെ നിത്യതയിൽ ഞാൻ കണ്ടുകൊള്ളാം. എത്ര ശക്തമായ കർത്താവിൻ്റെ താക്കീതാണ് സഹോദരങ്ങളെ, എത്ര ശക്തമായ താക്കീതാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാചിൻ്റെ വഞ്ചനകളെ, സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ ജ്ഞാനത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. ഈ അവസാന നാളുകൾ വളരെ തന്ത്രമായി, വളരെ വളരെ നിഗൂഢതയിൽ, ഗൂഢലക്ഷ്യത്തോടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഇന്ന് പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നു, കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് കുടുംബങ്ങളിൽ സമാധാനത്തെ ഇല്ലാതാക്കുന്നു, അവിടെ കലഹങ്ങൾ വിതയ്ക്കുന്നു, അവിടെ കള വിതയ്ക്കുകയാണ്. ഭിന്നതയുടെ, സംശയത്തിൻ്റെ, ആശയക്കുഴപ്പത്തിൻ്റെ, തെറ്റിദ്ധാരണകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല. ഭാര്യയ്ക്ക് പറയുന്ന ഭാഷ ഭർത്താവിന് മനസ്സിലാവുന്നില്ല, ഭർത്താവ് പറയുന്ന ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. മക്കളുടെ ഭാഷ, പ്രത്യേകിച്ച് ന്യൂജൻ ഭാഷയൊക്കെയാണ്, അവർക്ക് പ്രത്യേക കോഡുകളൊക്കെ ഉണ്ട്. പ്രത്യേകം അത് പേരൻസിന് മനസ്സിലാവുന്നില്ല. അവർ ആ കോഡ് ഭാഷയിൽ പറയുമ്പോൾ നമ്മൾക്കിത് എന്തേ പറയണമെന്ന് വിചാരിക്കുകയാണ്. അവർ കൃത്യമായിട്ട് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പേരൻസിൻ്റെ ഭാഷ മക്കൾക്ക് മനസ്സിലാവുന്നില്ല. സഹോദരങ്ങളെ, ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഭിന്നിപ്പും അനൈക്യവും കലഹവും വെറുപ്പും പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ, എന്തിന് നമ്മുടെ സമൂഹങ്ങളിൽ അനുസരണക്കേടിൻ്റെയും വിധേയത്വമില്ലായ്മയുടെയും അച്ചടകരാഹിത്യത്തിൻ്റെയും കളകൾ നമ്മുടെ സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ പിശാച് വിതച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ പൗലോസ്ലീഹ പറയുന്നുണ്ട്. കൊരിന്ത്യർക്കാർക്ക് ഇത് 2-ാമത്തെ ലേഖനം, അവിടെ എന്താണ് പറയുന്നത്? 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. ഇത് സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ, അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. പറ്റി സഹോദരങ്ങളെ, അവൻ എങ്ങനെയാണ്
ഈ തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മളെ നശിപ്പിക്കുന്നത്, കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധത്തോടെ നമ്മൾ ജീവിക്കണം. വിശുദ്ധത്തോടെ ജീവിക്കണം. ഒന്ന് സംശയങ്ങളാണ്. സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങളും. പല കുടുംബങ്ങൾ പരസ്പര സംശയം, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ സംശയമാണ്. ഞാൻ ആ അനുഭവങ്ങളിലോട്ട് പോകുന്നില്ല, നമുക്ക് സമയം കിട്ടത്തില്ല പ്രിയപ്പെട്ടു. എന്തുമാത്രം അനുഭവങ്ങളാണ്. 75 വയസ്സ് പ്രായമായ വെല്ലുമിച്ചിക്ക് ഇപ്പോഴും സംശയമാണ്. 81 വയസ്സായി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്. എൻ്റെ ദൈവമേ, ഡിവോഴ്സിന് വേണ്ടി ഒരുങ്ങുകയാണ് 75-ാമത്തെ വയസ്സിലെ. 81 വയസ്സായി ഭർത്താവിനെ ഉപേക്ഷിക്കാനായിട്ട്. എന്തൊരു ദുരന്തമാണ്. കെട്ടുകഥ പറയുന്നതിൽ ഉള്ള കാര്യം പറഞ്ഞു വരണേ എൻ്റെ സഹോദരങ്ങളെ. നമ്മൾ സംശയത്തിൻ്റെ, ആശയക്കുഴപ്പത്തിൻ്റെ കളകൾ വിതയ്ക്കുന്നു. നമ്മൾ പരസ്പരമുള്ള സംശയം ഉണ്ടാക്കുന്നു, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. ഒപ്പം ദൈവവചനത്തെ സംശയിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ പദ്ധതികളെ സംശയിപ്പിക്കുന്നു, ദൈവം തരുന്ന അടയാളങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രവചന സന്ദേശങ്ങളെ, ഈ സ്വർഗീയ അടയാളങ്ങളെ സംശയിപ്പിക്കുന്നു, ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. വേറെ പണിയൊന്നില്ലേ, ഇത് കേട്ടിരിക്കലാണോ പണി? നിനക്ക് എന്താ വില ഭ്രാന്ത് പിടിച്ചോ നിനക്ക് എന്നൊക്കെ ചിന്തിക്കുമാറ് സംശയങ്ങൾ സൃഷ്ടിക്കുന്ന പിശാചിൻ്റെ ശക്തമായ പ്രവർത്തന ഈ കാലഘട്ടത്തിലുണ്ട്. മദർ മരിയാന എന്ന് പറയുന്ന പാവപ്പെട്ട കന്യാശ്രമയ്ക്ക് പരിശുദ്ധമ വെളിപ്പെടുത്തി കൊടുത്തു. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സഭയിൽ പിശാച് ചെയ്യുന്ന ആ പ്രവൃത്തി, അവൻ സംശയത്തിന് കള വിതയ്ക്കുകയാണ്. എന്താണ് അമ്മ മാതാവ് പറഞ്ഞത്? എൻ്റെ ഈ പ്രവർത്തനത്തെ തടയാൻ എൻ്റെ ശത്രു ആകുന്നത് മുഴുവൻ ചെയ്യും എന്നതിൽ അതിശയോക്തിയില്ല. ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുക എന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് കൃത്യമായിട്ട് പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കുക. ഇന്ന് ഇതുപോലെ ഇത് സഭയിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ സംശയം ഉണ്ടാക്കുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് അടി കൂടിപ്പിക്കുക. നമ്മളങ്ങനെ അടിക്കുകയാണ്, പ്രകോപിപ്പിക്കുകയാണ്. നമ്മുടെ പ്രഷർ കൂട്ടുകയാണ്, നമ്മൾ വയലൻ്റ് ആവുകയാണ്. എൻ്റെ ദൈവമേ, ഒരു നിസ്സാര കാര്യങ്ങളെ പ്രതിയാണ് പല കുടുംബങ്ങളിൽ അടിപിടികൾ. നമുക്കങ്ങ് എളിമപ്പെടാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല. തർക്കിക്കുന്നു, സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ തർക്കിക്കുന്നു. സഭയിൽ എന്തുമാത്രം തർക്കങ്ങൾ അല്ലേ? പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വിവിധ സംശയങ്ങൾ രൂപപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും കലഹങ്ങളും രൂക്ഷമാക്കുകയാണ്. എന്തിനെ? സഭയെ നശിപ്പിക്കാൻ, കുടുംബങ്ങളെ നശിപ്പിക്കാൻ, ക്രൈസ്തവ കൂട്ടായ്മകളെ നശിപ്പിക്കാൻ. ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ വലിയ തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ഒരു ഏരിയ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു ഏരിയയാണ് മുഖസ്തുതിയുടെ വാക്കുകൾ, ചക്കര വാക്കുകൾ. അത് പറഞ്ഞ ചക്കര വാക്ക്, തേനൊലിപ്പിക്കുന്ന വാക്കുകൾ. ദാനിയേൽ പ്രവചനം 11:32 നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. വചനം എന്താ പറയുന്നത്? അവസാന നാളുകളിലോട്ട് വരുമ്പോൾ ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. ശ്രദ്ധിക്കണമേ, മുഖസ്തുതി പറഞ്ഞ്, ചക്കര വാക്കുകൾ പറഞ്ഞ്, തേനൊലിപ്പിക്കുന്ന വാക്കുകൾ. ഇന്നിങ്ങോട്ട് നോക്കിയേ, ഈ മൊബൈൽ ഫോണിലൊക്കെ എന്താ? എൻ്റെ ചക്കരേ, എൻ്റെ കരളേ, എൻ്റെ മുത്തേ, എൻ്റെ പൊന്നേ, എന്തൊക്കെ ചക്രവാക്ക്, മുഴുവൻ ചക്രവാക്കുകൾ ഈ വാട്സപ്പിലും ഈ എന്താ പറയുക, നമ്മൾ ഈ ചാറ്റിങ്, ഇതിലെല്ലാം ഈ മുഖസ്തുതിയുടെ വാക്കാണ്. ഭർത്താവും മക്കളുള്ള സ്ത്രീയാണ് കാമുകൻ്റെ പുറകെ ഇറങ്ങിപ്പോണത്, ഭാര്യയും മക്കളുള്ള പുരുഷനാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ കേരളത്തിൽ എത്ര യുവമക്കൾ മലിനപ്പെട്ടു പോയി. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ട് സഹോദരങ്ങളെ, ഈ ജഡപാപത്തിന് പ്രായം വിഷയമല്ല. 65 വയസ്സായ അങ്കിൾ മൊബൈൽ ഫോണിലൂടെ എന്നിട്ട് ആലോചിച്ച് നോക്കിയത് നിങ്ങൾ. മുഖസ്തുതിയുടെ വാക്കുകൾ നിങ്ങൾ സംശയം, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണമേ. ഞാനിത് പറയുന്നത് ഇന്ന് അനേകം കുടുംബങ്ങളെ താറുമാറാക്കുന്നു. സമർപ്പിതരെ പോലും, വന്യവൈദികരെ പോലും പിശാച് ലോക്ക് ചെയ്യാൻ, കുടുക്കിക്കളയുവാൻ, അവരുടെ പൗരോഹിത്യത്തെ കെടുത്താൻ, സമർപ്പിത ജീവിതത്തിൻ്റെ സമർപ്പണത്തെ നശിപ്പിക്കാൻ, കുടുംബ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന പവിത്രതയെയും കുടുംബ ജീവിതത്തിൻ്റെ പരിപാലനതയും ഇല്ലാതാക്കാൻ പിശാച് ചെയ്യുന്ന കുടിലതന്ത്രങ്ങൾ, മുഖസ്തുതി. അതുകൊണ്ട് മുഖസ്തുതിയുടെ വാക്ക് പറഞ്ഞ് ആരെങ്കിലും വന്ന് മനസ്സിലാക്കിക്കോ, അവൻ എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ട്. തേനൊലിപ്പിക്കുന്ന വാക്കുകൾ,
ചക്രവർത്തമാനങ്ങൾ പലരും വരും. ഒത്തിരി പേര് വരും ഈ കാലഘട്ടത്തിൽ അങ്ങനെ പിശാചിന്റെ ഏജന്റുമാരായിട്ട്. ആ പുരാതന സർപ്പം നമ്മുടെ ഹവ്വ അമ്മച്ചിയെ വീഴ്ത്തിയ അതേ പാമ്പ്, അവനാണ് ഈ വഞ്ചന ചെയ്യുന്നത്. വെളിപാട് പുസ്തകം 12:9 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം കണ്ടു, അവൻ സർവ്വലോകത്തെയും വഞ്ചിക്കുന്നവനാണ്. സർവ്വലോകത്തെയും വഞ്ചിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളെ വഞ്ചിക്കുന്നു, ദമ്പതിമാരെ വഞ്ചിക്കുന്നു, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, സന്യസ്തരെ. എത്ര സമർപ്പിതരാണ് ഇങ്ങനെയുള്ള കെണിയിൽ പെട്ടുപോകുന്നത്? പാപചാബല്യങ്ങളിൽ, പ്രലോഭനങ്ങളിൽ, ജഡഭാവങ്ങളിൽ പിശാച് കെടുത്തിക്കളയ പല വൈദികരെ പോലും. ഞാനിത് പറയുന്നത് ആരെയും കുറ്റം വിധിക്കാനല്ല, കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി പരിഹാരം ചെയ്ത് പരിത്യാഗമെടുത്ത് കണ്ണുനീരോടെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കുവാനാണ് സമയമായി സഹോദരങ്ങളെ, സമയമായി. വെളിപാട് പുസ്തകം 20:3 പറയുകയാണ്, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന ആ സർപ്പം കണ്ടു, ജനതകൾ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവനെ ബന്ധിക്കുന്നത്. അപ്പൊ ജനതകളെ വഞ്ചിക്കുക. അപ്പൊ പിശാച്, നിങ്ങൾ ശ്രദ്ധിച്ചേ, സാത്താൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താ? ചതിയാണ്, കള്ളത്തരമാണ്. അവൻ നുണയന്മാരുടെ അപ്പനുമാണെന്ന് ഈശോ പഠിപ്പിച്ചത്. നുണ പറയുക, കള്ളത്തരം, വഞ്ചനയുടെ പ്രത്യേകത എന്താ? വഞ്ചനയാന്ന് അറിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോകൂ. അതാണ് കെണിയുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്യംപുറങ്ങളിൽ എലിയെ വിടുത്ത് നമ്മൾ എലിക്കണി വെക്കുമായിരുന്നു. എലിക്കറിയാതെ കെണിയാണെന്ന്. എന്തൊരു ശുദ്ധ ഹൃദയത്തോടു കൂടിയ എലിക്കടിയിലോട്ട് പോകുന്നത്. ആ കെണിയിലോട്ട് കയറി ആ കെണി എങ്ങ് പിടിക്കുന്നോണ്ട് അതിൻ്റെ കഴുത്തിൽ ക്ലിപ്പ് മുറുകി പിന്നെ കിടന്ന് പെടയുകയാണ്. ഇതുപോലെ പിശാച് ലോക്കീത് കളഞ്ഞ ജഡപാപത്തിൽ, മ്ലേച്ഛപാപത്തിൽ, അഹങ്കാരത്തിൽ, സംശയത്തിൽ, ആശയക്കുഴപ്പത്തിൽ, കലഹത്തിൽ, വെറുപ്പിൽ, വൈരാഗ്യത്തിൽ, ഭിന്നതയിൽ പിശാച് ബന്ധിച്ച എത്ര ആത്മാക്കൾ ഇതുപോലെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സാത്താൻ ലോക്കീത് കളഞ്ഞ ജീവിതങ്ങൾ. സഹോദരങ്ങളെ, സ്വർഗം തരുന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ചക്രവർത്തമാനങ്ങളിലൂടെ അതൊക്കെ എന്തിനാ നമുക്ക് ആത്മനാശം വരുത്തരുത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. സാത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മനാശമാണ്. പിശാചിൻ്റെ കണ്ണ് നമ്മുടെ അമൂല്യമായ ആത്മാവിലോട്ടാണ്. ശ്രദ്ധിക്കണം, നമ്മളത് ആത്മാക്കൾ നശിച്ചു പോകാൻ നമ്മൾ അനുവദിക്കരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയാ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ നാളുകളിൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, വന്യവൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വന്യവൈദികരെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുന്ന, കർത്താവിൻ്റെ പുരോഹിതന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് ബലപ്പെടുത്തുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട കെട്ടുന്ന ഒരു മിഷൻ ടീം ഷെക്കേന ചെയ്യുന്നുണ്ട്. വിയാനി മിഷൻ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളതിൽ ജോയിൻ ചെയ്യണം. ബഹുമാനപ്പെട്ട ഷാർലച്ചൻ മരിയൻ വിമല ഹൃദയ പ്രതിഷ്ഠ സമയത്ത് പറഞ്ഞായിരുന്നു, അതിലേക്ക് ജോയിൻ ചെയ്യുക പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആ പ്രൊമോ ജസ്റ്റ് ഒന്ന് കണ്ടേ. നമുക്ക് ആ വിയാനി മിഷൻ ഈ കാലഘട്ടത്തിൽ വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ത്യാഗമെടുത്ത് കണ്ണുനീരോടെ പിശാചിൻ്റെ ചതിക്കുഴികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് ഈ ആത്മാക്കൾ രക്ഷപ്പെട്ട് കർത്താവിൻ്റെ തീ പിടിച്ച ആത്മാക്കളായി ജ്ഞാനപ്രകാശത്തിൽ പ്രശോഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആര് പ്രാർത്ഥിക്കും? പിന്നെ സർവ്വലോകത്തെയും വഞ്ചിക്കാൻ ഈ അവസാന നാളുകളിൽ വെളിപാട് 12 കാലഘട്ടമാണ്. പിശാചിനെ സമയം അനുവദിച്ചിരിക്കുന്ന കാലമാണ്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. മെജുഗുറിയായിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, ഇത് സാത്താന് അനുവാദം ലഭിച്ചിരിക്കുന്നൊരു സമയമാണ്. സഭയിൽ വലിയൊരു മിസ്റ്റിക്കായിരുന്നു ആൻ കാതറിൻ എമറിച്ച്, ഒരു ജർമ്മൻ മിസ്റ്റിക്കാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും മരണവും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാവി എല്ലാം ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വലിയൊരു മിസ്റ്റിക്കായിരുന്നു. ഈ ആൻ കാതറിൻ എമറിച്ചിൻ്റെ ഈ മിസ്റ്റിക് അനുഭവങ്ങളിലൂടെയാണ് പ്രശസ്ത സംവിധായകൻ മെൽ ഗിബ്സൺ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ഫിലിം അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എത്ര മനോഹരമായ ഫിലിമാണ്. നമ്മുടെ കർത്താവിൻ്റെ
ക്രൂശീകരണമൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചത്. ഒരുപാട് പേര് മാനസാന്തരപ്പെട്ടു ആ ഫിലിം കണ്ട്. അത് ഈ ആൻ കേതറിൻ എംബറിച്ച് എന്ന മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ യുഗാന്ത്യ സഭയിൽ വരുന്ന തകർച്ചയെക്കുറിച്ച്, പിശാച് എപ്രകാരമാണ് സഭയെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ പരിശ്രമിക്കുന്നതിനെക്കുറിച്ച് ആൻ കേതറിൻ എംബറിച്ചിന് കൃത്യം ഈശോ വെളിപ്പെടുത്തിയിരുന്നു. നമുക്കതൊന്ന് ഒന്ന് ശ്രദ്ധിക്കാം ആ സന്ദേശങ്ങൾ. സഭ ഏകാഗിയും എല്ലാവരാലും വിസ്മരിക്കപ്പെട്ടവളും ആയിത്തീരുന്നത് ഞാൻ കണ്ടു. സഭാ ശുശ്രൂഷകർ മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അനാദരവോടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നതും ദർശനത്തിൽ വ്യക്തമായി. ഇവയെല്ലാം എന്നെ ദുഃഖിതയാക്കി. സത്യവിശ്വാസം നഷ്ടപ്പെട്ട സഭാ ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങളാൽ തകർന്ന അവസ്ഥയിലെത്തിയ ബസിലിക്കയുടെ ദർശനം കണ്ട് ഞാൻ നിലവിളിച്ചു. ഈശോയുടെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, ഈ ബസിലിക്ക സഭയുടെ പ്രതീകമാണ്. സഭ നിശേഷം തകർക്കപ്പെട്ടു എന്ന് കരുതുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ നീ ദർശനത്തിൽ കണ്ടവരുടെ പിൻബലത്തോടെ അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. സഭയുടെ അടിസ്ഥാനമിട്ടിരിക്കുന്നത് മനുഷ്യന്റെ ആലോചനകളിലോ ബുദ്ധി സാമർഥ്യത്തിലോ അല്ലാത്തതിനാൽ ഒരൊറ്റ കത്തോലിക്ക വിശ്വാസി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് വന്നാൽ പോലും സഭ വീണ്ടും വിജയം ചൂടും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എനിക്കെതിരെ എമിഡിച്ചിലൂടെ എന്താ പറഞ്ഞത്? നീ സഭയ്ക്ക് വേണ്ടി സഹിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവരെ നശിപ്പിക്കാൻ പറ്റുകയില്ല. അവരെ നശിപ്പിക്കുവാൻ, അവരെ തകർക്കുവാൻ പറ്റുകയില്ല. ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട വന്യവൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന പല കൂട്ടായ്മകൾ ദേശത്ത് രൂപപ്പെടണം, സഭയിൽ രൂപപ്പെടണം. പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുന്ന യുഗാന്ത്യ നാളുകളിൽ പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുന്ന, അവരുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന അനേകം ബലിയാത്മാക്കൾ, പരിഹാരാത്മാക്കൾ, യാഗാത്മാക്കൾ സഭയിൽ ഉണരട്ടെ. നമുക്ക് ആ രംഗം ഒന്ന് കാണാം. വിയാനി മിഷന്റെ ദൈവം സംസാരിക്കും. ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എന്റെ വിശ്വസ്തരെ എന്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ. പുരോഹിതർ, അവർ ദൈവത്തിനും ദൈവജനത്തിനുമായി കർത്തൃസന്നിധിയിൽ ഉടമ്പടി ചെയ്തിട്ടുള്ള അഭിഷിക്തർ. അവർ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും സഭാതനയരുടെ പോഷണത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കുമായി സ്വയം ഉരുകിത്തീരുന്നവർ. ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്നവനല്ലോ പുരോഹിതൻ. ജന്മദേശത്തെ വെടിഞ്ഞ് അജഗണങ്ങൾക്കായി ജീവിക്കുന്നവനല്ലോ ഇടയൻ. സഭയാകുന്ന ആട്ടിൻപറ്റത്തെ ക്രിസ്തുവിൽ ഒന്നായി നയിക്കാനുള്ള ഇടയധർമ്മത്തിന് പ്രാർത്ഥനാ പിൻബലം നൽകേണ്ടത് നമ്മുടെ കടമ. അപ്പസ്തോലിക പാരമ്പര്യങ്ങളുടെ വിശ്വസ്ത സൂക്ഷിപ്പുകാരും സഭാതോട്ടത്തിന്റെ സംരക്ഷകരുമായി സ്വർഗോന്മുഖ യാത്രയിൽ നമുക്ക് യഥാർത്ഥ ദിശാബോധം നൽകുന്ന നമ്മുടെ ഇടയന്മാർക്കായി പ്രാർത്ഥനയിൽ കൈകോർക്കാം. സഭാ നവീകരണ കാലയളവിൽ സഭയിലെ വൈദികർക്കായി ഷക്കീന ടീം ഒരുക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ പരിത്യാഗ ശുശ്രൂഷ. വിയാനി മിഷൻ. ബലിവേദിയിൽ കർത്താവിന്റെ ശരീര രക്തങ്ങൾ വഹിക്കുന്ന വൈദികരുടെ അഭിഷിക്ത കരങ്ങൾ തളരാതിരിക്കാൻ നമ്മുടെ കരങ്ങൾ വിരിക്കാം. വൈദികരെ ലക്ഷ്യം വെച്ചുള്ള ശത്രുവിന്റെ കെണികളിൽ അവരുടെ കാലുകൾ കുടുങ്ങാതിരിക്കാൻ നമുക്ക് മുട്ടുമടക്കാം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിയാനി മിഷനിൽ നിങ്ങൾ പങ്കാളികളായി നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മുടെ വൈദികർക്ക് വേണ്ടി, നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ശത്രുവിൻ്റെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയണം. സഭയിലെ വലിയൊരു വിശുദ്ധനായ ബെനഡിക്റ്റ്. ആ ബെനഡിക്റ്റിൻ്റെ അരികിൽ പിശാചൊരു ദിവസം സുന്ദരിയായ നല്ലൊരു പെൺകുട്ടിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. പൗലോസ്ലീഹ പറയുന്നുണ്ട് കർത്താവിൻ്റെ വചനത്തിൽ, അവൻ മാലാഖമാരുടെ പ്രഭാപൂർണനായ മാലാഖയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പറയുന്നത്. അവൻ ഏത് രൂപം സ്വീകരിക്കാം. സുന്ദരിയായൊരു പെണ്ണായിട്ട് ബെനഡിക്റ്റിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അവൾ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്.
ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ജ്ഞാനമില്ലാത്ത ഒരു ആത്മാവാണെങ്കിൽ ആ കെണിയിൽ പെട്ടുപോകും. ബെനഡിക്ട് പിതാവിനെ മനസ്സിലായി ഇത് പിശാചിന്റെ തന്ത്രമാണ്. ദൈവിക ജ്ഞാനത്താൽ പിതാവ് അത് മനസ്സിലാക്കി. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഒരു മുൾപടർപ്പുണ്ട്. അസീസി ഫ്രാൻസിസ് അതുപോലെ ചെയ്തിരുന്നു. ആ മുൾപടർപ്പിലേക്ക് അങ്ങ് യേശുനാമം വിളിച്ച് അദ്ദേഹം ആ മുൾപടർപ്പിലേക്ക് അങ്ങ് ചാടിയതോടുകൂടി ഈ സുന്ദരിയായ പെണ്ണ് പെട്ടെന്ന് അതങ്ങ് അപ്രത്യക്ഷമായി പോകും. പിശാചിന് മനസ്സിലായി ബെനഡിക്ട് പിതാവിനടുത്ത് തൻ്റെ വഞ്ചന നടക്കുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതുപോലെ സഹോദരങ്ങളെ, അദ്ദേഹം ഒരു ആശ്രമ നിർമ്മാണത്തെ സമയത്ത് അവിടെ പണിക്ക് വന്നിരിക്കുന്ന പണിക്കാർക്ക് ആ കല്ല് നിർമ്മാണ പ്രവർത്തനത്തിലുള്ള ഒരു വലിയ കല്ലുണ്ട്. ആ കല്ല് മാറ്റാൻ പറ്റുന്നില്ല. ദൈവിക ജ്ഞാനത്തിൽ ബെനഡിക്ട് പിതാവ് കണ്ടു, ആ കല്ലിന്മേ പിശാച് കൈവച്ച് മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരൻ, മറ്റാർക്കും ഇത് കാണാൻ പറ്റുന്നില്ല. വിശുദ്ധനായ ബെനഡിക്റ്റ് തൻ്റെ കുരിശ് ആ കല്ലിൽ ഇങ്ങനെ വെക്കുന്നതോടുകൂടി പിശാച് വിട്ടുപോവുകയാണ്. ബെനഡിക്റ്റ് പിതാവ് തന്നെ ആ കല്ലെടുത്ത് പണിക്കാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ, ചതികൾ, അവൻ്റെ പ്രവർത്തികൾ ജ്ഞാനത്തിലൂടെ വിശുദ്ധന് മനസ്സിലാക്കി. വിശുദ്ധനായ പേദ്രിപ്പിയുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സുന്ദരിയായ പെണ്ണിൻ്റെ രൂപത്തിൽ പിശാച് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ത്യാഗം സഹിച്ച്, കഷ്ടപ്പാട് സഹിച്ച്, ഒരു സഹനാത്മാവായി ഇങ്ങനെ ജീവിക്കുന്നത്? ഈ പെണ്ണിനെ, സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് നിനക്ക് സുന്ദരമായി ജീവിച്ചൂടെ? ദൈവിക ജ്ഞാനത്തിൽ വിശുദ്ധനായ പേദ്രിപ്പിയെ മനസ്സിലാക്കി. എൻ്റെ സഹോദരങ്ങളെ, അത് യേശുനാമം വിളിച്ചു, ആ തിന്മയെ ശാസിച്ചു. തത്സമയം അതവന് വിട്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പല രൂപത്തിലും, ശ്രദ്ധിക്കണം, പല വ്യക്തിയുടെ രൂപത്തിലും, പല ഭാവത്തിലും, പല രീതിയിലും ചക്രവാക്കുകളും തേനൊലിപ്പിക്കുന്ന വാക്കുകളും മറ്റു പലതുമായി പിശാച് വരും. ജീവിത വ്യഗ്രത നമ്മൾ നശിപ്പിക്കും. ആത്മീയ മന്ദത ഇന്ന് പലരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മൊബൈൽ ഫോണിൽ ഈ വാർത്ത കണ്ട്, വാർത്ത കുറച്ചൊക്കെ കണ്ട് നല്ലതാണ് എങ്കിലും ഈ വാർത്ത, ഡിബേറ്റ്, അന്തിച്ചർച്ചകൾ, ഇതെല്ലാം കണ്ട് സമയം കളഞ്ഞ് അവരുടെ ആത്മാവ് ദുഷിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കാൻ നേരില്ല. വചനം ഭക്ഷിക്കുക, വചനം ധ്യാനിക്കുക, വചനത്തെ നിങ്ങൾ ആത്മാവിലേക്ക് ഏറ്റെടുക്കുക. അത് ജ്ഞാനം നമുക്ക് തരും. അതുകൊണ്ട് തീരുമാനമെടുക്കണം. നമ്മുടെ ആത്മാവിനെ ദുഷിപ്പിക്കുവാൻ പിശാച് വിതയ്ക്കുന്ന സകല കളകളെയും ദൈവിക ജ്ഞാനത്തിൽ മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പ്രകാശിതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങൾ മുദ്ര ചെയ്യപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേചിതരാകുവാൻ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ സഭയും നമ്മുടെ സമൂഹങ്ങളും ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുവാനും നവീകരിക്കപ്പെടുവാനുമായി എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സാത്താൻ്റെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും യുഗാന്ത്യ സഭയെ സംരക്ഷിക്കുന്ന സംരക്ഷകയായ അമ്മയുടെ കരം പിടിച്ച് തുറന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും നല്ലതുപോലെ ഒരുക്കത്തോടെ വരുവാൻ ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഈ ശുശ്രൂഷ അറിയാത്ത 10,000ങ്ങളുണ്ട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ. നിങ്ങൾ അവരെ അറിയിക്കണം. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നത് നേരം കളയാനല്ല, നമ്മളിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അനേകരോട് പങ്കുവയ്ക്കുക. ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ ഈ യുഗാന്ത്യ നാളുകളിൽ എല്ലാവരും നിറയപ്പെടട്ടെ. ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ എല്ലാവരും പ്രകാശിതരാകാൻ ഇതിൻ്റെ ലിങ്കുകളും പോസ്റ്ററുകളൊക്കെ അയച്ചു കൊടുത്ത് നിങ്ങൾ അനേകരെ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നമുക്ക് മുട്ടുകുത്തി ഭയഭക്തി ആദരവോടെ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. താങ്ക് യു ജീസസ്. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. വലിയ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഭയഭക്തി ആദരവോട് നമ്മൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജ്ഞാനപ്രകാശത്താൽ നമ്മൾ പ്രകാശിതരാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ജ്ഞാന ചൈതന്യം കടന്നു വരുവാൻ, നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈശാചിക ശക്തികള്, തിന്മയുടെ അരൂപികള് ജ്ഞാനപ്രകാശത്താൽ നിർവീര്യമാകുവാൻ, അന്ധകാര ബന്ധനങ്ങള്
ഇരുട്ടിന്റെ ശക്തികള് ദൈവിക ജ്ഞാനത്തിന് വഴിമാറി പോകാൻ നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ പാടുന്നു. ഈശോയേ, അൾത്താരയിലേക്ക് കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന, 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 ആരാധന അങ്ങേക്ക്, ആരാധന. കരങ്ങൾ കൂപ്പി സാധിക്കുന്നവർ ദിവ്യകാരുണ്യ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മുടെ ശിരസ് നിലം വരെ കുനിച്ച് നമ്മൾ ഒന്നിച്ച് ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നത് ജീവിക്കുന്ന കർത്താവാണ്. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനായ സർവശക്തനും സർവാധിപനുമായ ദൈവം. ഇത് വെറും ഗോതമ്പിന്റെ അപ്പമല്ല, ഇത് ജീവിക്കുന്ന ഈശോയാണ്. അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങളെ തുറന്നു പിടിക്കാം. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ആത്മാവിന്റെ കൃപാദാനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്ന സമയം. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞില്ലേ, മക്കളെ, ഈ മുദ്രിത ഗ്രന്ഥം നിങ്ങൾക്കായി തുറന്നു തരുവാൻ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവളാണ്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അടയാളങ്ങളും പ്രവചന സന്ദേശങ്ങളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യതയാണ്. നമ്മൾ ആത്മീയമായി ഒരുങ്ങി, അനേകരെ ആത്മീയമായി ഒരുക്കി കർത്താവിനായി ഒരുങ്ങുവാനുള്ള സമയം, നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കുവാനുള്ള സമയം, സഭ മുഴുവനെയും ഒരുക്കുവാനുള്ള സമയം. ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നിന്നും ആത്മീയ മന്ദതകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ പിശാച് വിതച്ചിരിക്കുന്ന സംശയത്തിന്റെ ആശയക്കുഴപ്പങ്ങളുടെ കളകളിൽ നിന്നും നമ്മൾ വിമോചിതരായി പരിശുദ്ധാത്മാവിന്റെ സപ്തദാനങ്ങളാൽ വിശിഷ്യ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ദാഹത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹാർത്ഥരായി കർത്താവേ, ഞങ്ങളെ കാണാതെ പോകരുതേ. ഞങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണമേ, ഞങ്ങളുടെ സമൂഹത്തെ സന്ദർശിക്കണമേ. ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ജ്ഞാനപ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അന്ധകാര പിടിയിൽ നിന്ന്, പൈശാചികാധിപത്യത്തിൽ നിന്ന്, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് ഞങ്ങൾ വിമോചിതരാകുവാൻ ജ്ഞാന ചൈതന്യം നൽകണമേ. കരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചേ. ജ്ഞാനപ്രകാശം നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരക്കട്ടെ, നമ്മുടെ സമൂഹങ്ങളിലേക്ക് കടന്നു വരട്ടെ. അന്ധകാര പിടികൾ അഴിയട്ടെ, സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. കലഹത്തിന്റെ ആത്മാവ്, ഭിന്നതയുടെ അരൂപി, വെറുപ്പിന്റെ അരൂപി, സംശയത്തിന്റെ അരൂപി, ആശയക്കുഴപ്പത്തിന്റെ അരൂപി, തെറ്റിദ്ധാരണയുടെ അരൂപി
മത്സരത്തിന്റെ അരൂപി, അനൈക്യത്തിന്റെ അരൂപി, ജനിക അരൂപികള്, ലോക അരൂപികള് ജ്ഞാനശക്തിയാൽ, ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. ദൈവമേ വാഗ്ദാനം ജനത്തെ നിറയ്ക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആത്മാവിന്റെ ശബ്ദദാനങ്ങളാ, അവിടുത്തെ ശബ്ദാത്മാക്കളാ ഞങ്ങൾ മുൻപിലാകട്ടെ. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞു, കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക എന്നതാണ് അർത്ഥം. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന പ്രബോധന സന്ദേശങ്ങളിലൂടെയും ദൈവം നൽകുന്ന ദൈവിക അടയാളങ്ങളിലൂടെയും എന്താണ് സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്? മാനസാന്തരപ്പെടുക, വിശ്വസിച്ച് എല്ലാവരും കർത്താവിന്റെ രക്ഷയിലേക്ക് വരിക, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക, നമ്മെ തന്നെ വെണ്മയുള്ളവരാക്കുക. കർത്താവിന്റെ സന്നിധിയിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ജ്ഞാന വെളിച്ചം നൽകണമേ, ജ്ഞാന വെളിച്ചം നൽകണമേ. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല, ജ്ഞാനത്തിനെതിരെ ദുഷ്ടത ബലപ്പെടുകയില്ല, ജ്ഞാനത്തിനെതിരെ ഒരു അന്ധകാര ശക്തിയും ബലപ്പെടുകയില്ല. കർത്താവേ, ജ്ഞാന വെളിച്ചം നൽകണമേ. ജ്ഞാന പ്രകാശത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ പൂരിതമാകട്ടെ. സഭ മുഴുവനിലേക്കും ജ്ഞാന ചൈതന്യം കടന്നു വരട്ടെ. സഭയിലുള്ള അസ്വസ്ഥതകള്, സഭയിലുള്ള വിശ്വാസരാഹിത്യങ്ങള്, ആശയക്കുഴപ്പങ്ങള്, കലഹങ്ങള്, ഭിന്നതകൾ, അനൈക്യങ്ങള് ജ്ഞാനത്തിന്റെ ആത്മാവേ പിഴുതുമാറ്റണമേ. സഭയെ മഹത്വപൂർണ്ണമുള്ളതാക്കണമേ, സഭയെ തേജസ്വിനിയാക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇരു കരങ്ങളും സ്വന്തം ശിരസിൽ വെച്ച് പരിശുദ്ധ കുർബാനയിൽ ഒഴുകപ്പെടുന്ന വിശുദ്ധ ദാനങ്ങളാൽ നമ്മളെല്ലാം സമ്പന്നരാകുവാൻ സംശയിക്കാതെ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ ഒരുക്കുക, ആരും അടിക്കരുത്. കരങ്ങൾ ശിരസിൽ വെച്ച് വിശുദ്ധ ദാനങ്ങൾക്കായി ഒരിക്കൽ കൂടെ നമ്മൾ ആ ഈരടികൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ. ആത്മാവിന്റെ ജ്ഞാനത്താല്, കൃപാദാനങ്ങളാല് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റുപാടുന്നു. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി ആത്മാവേ പകരുക. മഴ പോൽ ചൊരിഞ്ഞിടണമേ. ഒരിക്കലൂടെ ആഗ്രഹത്തോടെ പറഞ്ഞേ, അറിവ്, നീതി, ശാശ്വത ശാന്തി കർത്താവേ ഞങ്ങളുടെ മേൽ പകരണമേ. പോൽ നമ്മിൽ സഭയിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ. സകല പൈശാചിക പിടികളും തകരട്ടെ, അന്ധകാര പീഡകൾ മാറട്ടെ. നമ്മിൽ തീ പോലാടും സ്നേഹം, നമ്മിൽ ദയാ, ബുദ്ധി, വിശ്വാസം, നന്മ കർത്താവേ പകരണമേ. മഞ്ഞ് പോൽ നമ്മിൽ അലിഞ്ഞിടണേ, മഞ്ഞ് പോൽ ഈശോ അലിഞ്ഞിടട്ടെ. ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഈ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കനിവാകണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും
ഞങ്ങളെ കേൾപ്പുള്ളവരാക്കുന്ന ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വതവും നശ്വരവുമായ കാര്യങ്ങളെ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് അനുസൃതവും ഉചിതവുമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകാൻ ദയുണ്ടാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ദിവ്യകാരുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്നേ ദിനത്തിലെ ശുശ്രൂഷകളെ നയിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. ഒപ്പം തുടർന്നുള്ള ദിനങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ആഗ്രഹത്തോടെ വരണം. അനേകരോട് നിങ്ങൾ പങ്കുവെക്കണം. ഒത്തിരിയേറെ മക്കളെ ഈ ശുശ്രൂഷയിലേക്ക് അടുപ്പിക്കണം. അങ്ങനെ കർത്താവിൻ്റെ സഭ ശക്തിപ്പെടുവാനും നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ആത്മാവിൻ്റെ ദാനങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഷെക്കേനയ്ക്കായി ഈ മാധ്യമ ശുശ്രൂഷയ്ക്കായി നീട്ടിത്തരണമേ. ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് കോട്ട കെട്ടണം. ഒപ്പം നിങ്ങളുടെ സഹായത്തിൻ്റെ കരുതലിൻ്റെ കരങ്ങൾ നീട്ടിത്തരണം. ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സഹോദരങ്ങളെ പ്രാർത്ഥിച്ചും സഹായിച്ചും നിങ്ങളുടെ ശുശ്രൂഷകൾ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഞങ്ങൾക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സഭ മുഴുവനെയും ആത്മാവിന്റെ ശബ്ദദാനങ്ങളാൽ നവീകരിക്കുന്ന ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എൻ്റെ സഹോദരങ്ങളെ, നാളെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരുവാനായിട്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവിക ജ്ഞാനത്താൽ നിറയാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ ആഗ്രഹത്തോടെ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് 7 പ്രാവശ്യം ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുക. കഠിന പാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിനായി ദൈവകരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അടയാളങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ ഹൃദയം കഠിനമോ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി ധ്യാനിക്കേണ്ട വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഒരുക്കത്തോടെ വരിക. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും നല്ല രാത്രി ആശംസിക്കുകയാണ്. ഹോളി നൈറ്റ്.